ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോക്കാം, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രത്തിലെ കുറച്ച് USS ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ പറയുകയാണ്, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ USS എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ തയ്യാറാക്കിയിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. നോക്കാം, ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നിർണായകമായ പങ്ക് വഹിക്കുന്ന രണ്ട് വാതകങ്ങൾ: ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ ഹൈഡ്രജൻ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ നൈട്രജൻ. പ്രധാനമായിട്ടും ഓക്സിജനും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡുമാണ്. റെഡി, ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ ഏകദേശം 99% ഉള്ളത് രണ്ട് വാതകങ്ങളാണ്. അവ ഏതൊക്കെ? അതായത് നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏകദേശം 99% ഉള്ള രണ്ട് വാതകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണോ? ഓക്സിജനും ഹൈഡ്രജനുമാണോ? നൈട്രജനും ഓക്സിജനുമാണോ? അല്ലെങ്കിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡുമാണോ? അതായത് 99% ഉള്ള വാതകങ്ങളാണ്, രണ്ട് വാതകങ്ങളാണ് നൈട്രജനും ഓക്സിജനും. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി, നൈട്രജൻ ഓക്സിജൻ. അടുത്ത ചോദ്യം, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. അങ്ങനെ ഈ ഒരു ജലബാഷ്പം അന്തരീക്ഷത്തിൽ എത്തുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഓക്കെ, അതായത് നമ്മളിപ്പോൾ കടലിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം ചൂടായി, പ്രധാനമായിട്ടും സൂര്യതാപത്താലാണ് വെള്ളം ചൂടാവുന്നത്, അങ്ങനെ ചൂടായി അന്തരീക്ഷ വായുവിലേക്ക് ജലബാഷ്പം എത്തിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് എന്നാണ്. 4 ഓപ്ഷനുകൾ: ബാഷ്പീകരണം, നിർജ്ജലീകരണം, മലിനീകരണം, പ്രകീർണനം. നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലാതെ പറഞ്ഞു വയ്ക്കാം, ബാഷ്പീകരണമാണ്. ഓക്കെ, ബാഷ്പീകരണം. റെഡി. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് സഹായകരമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാതകങ്ങൾ, ജലതന്മാത്രകൾ, പൊടിപടലങ്ങൾ, ഇടിമിന്നൽ, കാറ്റ്, പൊടിപടലങ്ങൾ, ജലതന്മാത്രകൾ, വാതകങ്ങൾ, ഇടിമിന്നൽ. ഓപ്ഷൻ ഡി, വാതകങ്ങൾ, കാറ്റ്, പൊടിപടലങ്ങൾ. അപ്പോൾ അന്തരീക്ഷങ്ങൾ മേഘങ്ങൾ രൂപപ്പെടുന്നതിന് സഹായകരമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. ഉത്തരം വാതകങ്ങൾ വേണം, ജലതന്മാത്രകൾ വേണം, പൊടിപടലങ്ങളും വേണം. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം ഇതാണ്, പാത്രത്തിൽ വീണ മഴവെള്ളത്തിന് നിറം മാറ്റം കണ്ടപ്പോൾ ഈ മഴവെള്ളം ജലപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു. കേരളത്തിൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും സാന്നിധ്യമുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. പാത്രത്തിൽ വീണ ഈ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ മഴവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ്, ഈ ഒരു മഴയെ പറയുന്ന പേരാണ്, അതായത് സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉണ്ടെങ്കിൽ ആ മഴയെ പറയുന്ന പേരാണ് അമ്ലമഴ, ആസിഡ് റെയിൻ. അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ. ആസിഡ് ആവുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ബേസിക് സയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 7ൽ കുറവ് അല്ലെങ്കിൽ എന്താ പറയുക, 5ൽ കുറവ് എന്നൊക്കെ നമുക്ക് പറയാം. 7ൽ കുറവാണെങ്കിൽ എന്താണ്? ആസിഡ് ആണ്. ആസിഡ് റെയിൻ ആണെങ്കിൽ എന്താണ്? ഏകദേശം 5ൽ കുറവായിരിക്കും pH ഉണ്ടാവുക. ഓക്കെ, അടുത്ത ചോദ്യം, പുകയും മൂടൽ മഞ്ഞും ചേർന്നാണല്ലോ പുകമഞ്ഞ് രൂപപ്പെടുക. താഴെ പറയുന്നവയിൽ പുകമഞ്ഞ് രൂപപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശം ഏതാണ്? 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എ, ജനസംഖ്യയിൽ കൂടുതൽ പേരും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശം. ബി, കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതും ധാരാളം വ്യവസായശാലകളും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ വാഹനങ്ങൾ ഉള്ളതുമായ ഒരു പ്രദേശം. സി, കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുന്നതും എന്നാൽ
വാഹനങ്ങൾ കുറവുള്ളതുമായ ഒരു പ്രദേശം. ഡി, വാഹനപ്പെരുപ്പം കൂടുതലും മൂടൽമഞ്ഞ് രൂപപ്പെടാത്തതുമായ പ്രദേശം. ഏത് പ്രദേശത്താണ് പുകമഞ്ഞ് രൂപപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത്? ഏതാണ്? അതെ, കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നതും ധാരാളം വ്യവസായശാലകളും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ വാഹനങ്ങൾ ഉള്ളതുമായ പ്രദേശത്താണ് എന്ത് ചെയ്യുക? കൂടുതലായിട്ടും പുകമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ്? ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷ പാളികൾ നോക്കുക. എ, ട്രോപ്പോസ്ഫിയർ മിസോസ്ഫിയർ. ബി, ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ. സി, സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ. ഡി, തെർമോസ്ഫിയർ എക്സോസ്ഫിയർ. അപ്പോൾ ഇതിൽ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന അന്തരീക്ഷ പാളി ഏതൊക്കെയാണ്? ഉത്തരം 1 ട്രോപ്പോസ്ഫിയർ, അതേപോലെ എന്താണ്? മിസോസ്ഫിയർ. റെഡിയാണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. നോക്കാം. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്ന ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉള്ളത്? നമുക്കറിയാം ഓസോൺ പാളിയെ പറ്റിയിട്ട്. നമ്മൾ ഓസോൺ ദിനമൊക്കെ ആചരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് അല്ലെങ്കിൽ യു വി റേസിനെ തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉള്ളത്? ട്രോപ്പോസ്ഫിയറിലാണോ, മിസോസ്ഫിയറിലാണോ, സ്ട്രാറ്റോസ്ഫിയറിലാണോ, തെർമോസ്ഫിയറിലാണോ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏതാണ് ഉത്തരം? സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറഞ്ഞു വരുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് കുറഞ്ഞു വരുന്നതാണ്. ട്രോപ്പോസ്ഫിയറിലാണോ, മിസോസ്ഫിയറിലാണോ, സ്ട്രാറ്റോസ്ഫിയറിലാണോ, തെർമോസ്ഫിയറിലാണോ? ഓക്കെ, ഇതാണ് ചോദ്യം. എന്താണ് ഉത്തരം? യെസ്, ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം കൃത്യമായിട്ട് ഒന്ന് പോവുക. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അല്ലെങ്കിൽ CFCകൾ പുറന്തള്ളുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഓക്കെ, ഒരു ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു ദിനാചരണത്തിൽ വിദ്യാർത്ഥികൾ മുഴക്കിയ വലിയൊരു മുദ്രാവാക്യമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ദിനം ഏത്? ആ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ദിനത്തിൻ്റെ അന്നാണ്, സെപ്റ്റംബർ 16-നാണ്. ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. അന്തരീക്ഷ പാളികളിൽ തണുത്ത് വിറയ്ക്കുന്ന പാളി, അതായത് താപനില -100°C, ഓക്കെ, -100°C വരെ താഴുന്ന അവസ്ഥ ഏത് അന്തരീക്ഷ പാളിയിലാണ് സംഭവിക്കുന്നത്? ഓർത്തു വയ്ക്കുക, മിസോസ്ഫിയർ. സോ മക്കളെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കൂട്ടുകാരിലേക്ക്, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.